എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായി അടുപ്പത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ വ്യക്തിപരമായി ഉണ്ടായിരുന്നൊരു സൗഹൃദത്തെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നതല്ല. കോൺഗ്രസ് പാർട്ടി വഴി ഉണ്ടായ ബന്ധം തന്നെയാണ്, സൗഹൃദം തന്നെയാണ്. സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ ചെറുപ്പക്കാർ, പുതിയ തലമുറ കഴിയാവുന്ന ആളുകൾ അവർ വളർന്നു വരുമ്പോൾ അതിൽ രാഷ്ട്രീയമായി ആളുകളെ സംഘടനാപരമായ ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഞങ്ങളെപ്പോലെ ഉള്ള ആളുകൾക്കുണ്ട്. എന്നാലാണ് ലീഡർഷിപ്പിന് പുതിയ ആളുകൾ കണ്ടിന്യൂറ്റി വരാൻ പറ്റുള്ളൂ. നാളെയാണെങ്കിലും KSU കോൺഗ്രസ് രംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ കൊണ്ടുവരാനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുന്ന കാര്യത്തിന് സംശയം വേണ്ട. പക്ഷെ വ്യക്തിപരമായി ഓരോരുത്തരിലേക്കും നമ്മൾ ചൂഴ്ന്നിറങ്ങിയിട്ടില്ല. അവരുടെ രാഷ്ട്രീയത്തെയാണ് നമ്മൾ പിന്തുണക്കുന്നത്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ സംഘടനാ പ്രവർത്തനത്തെയാണ്, ഓർഗനൈസേഷൻ ഓപ്പർച്യൂണിറ്റീസും അതിന്റെ പേരിലുള്ള മറ്റ് അവസരങ്ങൾക്കും ആണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത്. അല്ലാതെ വേറെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള സപ്പോർട്ടല്ല നമ്മൾ കൊടുത്തത്. ഞാൻ യൂത്ത് കോൺഗ്രസിനകത്താണെങ്കിലും പാർട്ടിക്കകത്താണെങ്കിലും തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ പുതിയ ഞങ്ങൾക്കൊക്കെ ശേഷം കടന്നു വരുന്ന തലമുറയിൽ ഞാൻ കഴിഞ്ഞ ദിവസം വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഇനി ഒരുപാട് ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട് കോൺഗ്രസിൽ. അപ്പം അത്തരം ആളുകൾക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഓർഗനൈസേഷനിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ സപ്പോർട്ടുകൾ ചെയ്യാം. പിന്നെ ഇങ്ങനെ ക്രിമിനൽ ആയിട്ടുള്ള ഒഫൻസീവ് ആയിട്ടുള്ള പരാതികളോ ആക്ഷേപങ്ങളോ അത്തരം പരാതികളൊന്നും ഇങ്ങനെ ഇത്ര ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പരാതികളോ നടപടിക്ക് വേണ്ടിയുള്ള പരാതികളൊന്നും ആ സമയത്തൊന്നും ഞങ്ങളെ വഴിക്ക് വന്നിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അത്തരം ഒരു സാഹചര്യത്തിലൊന്നും അയാളുടെ സംഘടനാ പ്രവർത്തനത്തെയാണ്, രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് പിന്തുണച്ചിട്ടുള്ളത്. അതിനാണ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനതാണ് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് വ്യക്തിപരമായ അത്തരം പറയപ്പെടുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള പിന്തുണയല്ല, ഓർഗനൈസേഷനിൽ സംഘടനാ രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള പിന്തുണയെ കൊടുത്തിട്ടുള്ളൂ. അതാണ് ആ നിലക്കുള്ള അവസരങ്ങൾ പുതിയൊരാൾക്ക് കിട്ടണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ ഇനിയിപ്പം MLA സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നുള്ള ചോദ്യം ചോദിച്ചു. കോൺഗ്രസ് എടുക്കേണ്ട എനിക്ക് പരാതികളായിട്ട് അല്ല, ഞാൻ പറഞ്ഞല്ലോ, പരാതികളായി ഇങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള പരാതികളായി രേഖാമൂലം KPCക്കോ ഞങ്ങൾക്കോ അത്തരത്തിലൊരു പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള പരാതികൾ ആയിട്ട്, കംപ്ലൈന്റ് ആയിട്ട് അത്തരം കാര്യങ്ങൾ ഉയർത്തപ്പെട്ടിരുന്നില്ല.